നമുക്കിന്ന് നല്ല ചീസി ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാം. ആട്ടപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മൈദ വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാൻ ആട്ട ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. രാത്രിയിൽ ഡിന്നറിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ നിറയെ ചീസൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല രുചിയാണ് ഇതിന്. വേറെ കറിയൊന്നും വേണമെന്നില്ല. പിന്നെ നമുക്കിത് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മാവ് കുഴക്കാൻ വേണ്ടിയിട്ടുള്ള ഈസ്റ്റ് പൊങ്ങാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ ചൂട് കൂടാനേ പാടില്ല. ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കുഴക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ടയാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വരെ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഉണക്കമുളക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഓയിലും കൂടി ചേർക്കാം. ഞാൻ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ ചേർക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഈ പൊടിയിലേക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ മാവ് അല്പം ലൂസായിട്ട്, അതായത് നമ്മൾ പിസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുഴക്കുന്നത് പോലെ ഒരു അല്പം ലൂസായിട്ട് വേണം കുഴക്കാൻ. ചപ്പാത്തിക്കൊന്നും കുഴക്കുന്ന അത്രയും കട്ടി ഉണ്ടാവാൻ പാടില്ല. എങ്കിലേ നന്നായിട്ട് ഇത് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. മാവ് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചുകൂടി എണ്ണ പുരട്ടി കൊടുക്കാം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് എണ്ണ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും. നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പൊങ്ങിയതിന് ശേഷം ഇതുണ്ടാക്കാൻ തുടങ്ങാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ മാവ് കുഴച്ചിട്ട് ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് പരത്താൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ എടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി മാവിൽ നിന്നും പകുതി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ഈ ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. തീരെ നേരിയതായിട്ടല്ല, ഒരല്പം കട്ടിയിൽ പരത്തുക. നമ്മൾ ബട്ടൂരൊക്കെ പരത്തുന്നില്ലേ, അത്രയും ഒരു തിക്നെസ്സോട് കൂടിയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബട്ടറും വെളുത്തുള്ളിയൊക്കെ ചേർന്നിട്ടുള്ള ഈ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് പുരട്ടി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയതിൽ നിന്നും നേർ പകുതി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കാം. ചെഡാർ ചീസും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ മൊസറല്ല ചീസ് മാത്രമേ വെക്കുന്നുള്ളൂ. ചീസ് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ ചീസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റേ സൈഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മടക്കി ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു കട്ടർ വെച്ചിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. താഴത്തോളം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേവിച്ച് കഴിഞ്ഞാൽ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, ആദ്യമേ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം.
എന്നിട്ട് ബാക്കി വരുന്ന ഈ ബട്ടർ പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം നമുക്ക് ഇതിലേക്ക് ഒരെണ്ണം കൂടി വെക്കാനുള്ളതാണ്. അങ്ങനെ നമ്മുടെ 2 ഗാർലിക് ബ്രെഡും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടും ഒരു ട്രേയിലാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇതുപോലെ ബട്ടർ പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ട് ബട്ടർ പുരട്ടിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിത് 190 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്ത ഓവനാണ്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമുക്ക് ഓവനിലേക്ക് വെച്ചിട്ട് 20 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറും മറ്റും അനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഓവനിലിത് 190 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 190 ഡിഗ്രിയിൽ തന്നെ 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 18-19 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് നോക്കാം. ചിലപ്പോൾ ഇത് വെന്തിട്ടുണ്ടാവും. ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസി ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ അടുപ്പത്തും ഉണ്ടാക്കാം. നമ്മൾ കേക്കൊക്കെ അടുപ്പത്ത് ഉണ്ടാക്കുന്നുണ്ടല്ലോ, കേക്ക് ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇതും ബേക്ക് ചെയ്തെടുക്കാം. വലിയ അലുമിനിയം തട്ട് വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിരിക്കുന്ന പാത്രം വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ഗാർലിക് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. താങ്ക്